നമുക്കിതൊരു മന്തി ഉണ്ടാക്കിയാലോ. അതിന് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 3 കപ്പ് റൈസാണ്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി മന്തി മസാല ഉണ്ടാക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 3 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 10 ഗ്രാമ്പു, 10 ഏലക്ക എല്ലാം കൂടി എടുത്തിട്ട് ഒരു കടായിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ മിക്സർ കണ്ണിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി മസാല റെഡിയായി. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ചെറിയ ജീരകത്തിന്റെ പൊടി, വലിയ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 5 വീതം എടുത്തോളൂ കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് അതിന് കൂടി ഒരു 3 കഷ്ണം ചിക്കൻ ക്യൂബും കൂടി ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കന്റെ അളവിനനുസരിച്ച് വേണ്ടോ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 6 ലെഗ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 ചിക്കൻ ക്യൂബ് ധാരാളം മതി. പിന്നെ ചിക്കൻ ക്യൂബിൽ തന്നെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചിക്കനിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള മന്തി മസാല ചേർക്കാണ്ട് ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ അടച്ചു വെച്ചിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് വെള്ളം ഇറങ്ങി വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ കുക്ക് ആവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, കുരുമുളക്, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബാസ്മതി റൈസ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. മുഴുവനായിട്ട് കുക്ക് ആവണ്ട, ഒരു 70% കുക്ക് ആവണം. അതിനിടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തോളൂ. ഇനി നമ്മൾ റൈസ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി റൈസ് അതിൻ്റെ മേലെ കൂടി ഇട്ടിട്ട് ഒന്ന് ദം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. റൈസിന് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഞാൻ അതാ കുറച്ച് മഞ്ഞപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ടൊന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ റൈസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 പച്ചമുളക് കൂടി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ആവി പുറത്തേക്ക് വരാൻ വേണ്ടി ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നടുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കനലിട്ടിട്ട് ഒന്ന് ആവി കയറ്റുകയാണ് കേട്ടോ. എന്നാൽ ആ സ്മോക്കി ഫ്ലേവർ നമുക്ക് വരും. ഒരു 20 മിനിറ്റ് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കനാരങ്ങ ഇല്ലാതെ കേട്ടോ ഞാൻ ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഉണക്കനാരങ്ങ കിട്ടാറില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ മന്തിയുടെ കറക്റ്റ് ഫ്ലേവറിലും അതുപോലെ തന്നെ ആ കറക്റ്റ് ടെക്സ്ചറിലും നമുക്ക് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. हाथ तेरा दर घर पे मेरा सर, हम पे तू करम कर दे, हम पे तू करम